ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തൊരു അൺബോക്സിംഗ് ആണ്. ഇത് ഹോട്ട് വീൽസിൻ്റെ ഫാസ്റ്റ് വാഗൺസ് എന്ന് പറഞ്ഞ പ്രീമിയം സെറ്റാണ്. ഇത് ഫുൾ സ്റ്റേഷൻ വാഗണാണ്. ഞാനൊരു സ്റ്റേഷൻ വാഗൺ പ്രാന്തനാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് ഞാൻ ഫുൾ സെറ്റ് ചെയ്യാൻ മേടിച്ചു ഒരാളുടെ നിന്ന്. അപ്പോൾ എല്ലാ വണ്ടികളും നമ്മളിന്ന് തുറക്കും. ആദ്യമായിട്ട് 64 ഷെവി നോവ പാനൽ. ഇത് എനിക്ക് തോന്നുന്നു ഡെലിവറി വണ്ടിയാന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കിൽ ഫുൾ കവേർഡാണ്. അപ്പോൾ പിന്നെ തുറന്നു നോക്കാം. നൈസായിട്ടുണ്ട്. പണ്ടത്തെ വിൻറ്റേജ് കളറാണ്. വീൽസിൻ്റെ ഡിസൈനൊക്കെ കൊള്ളാം. കുറച്ച് പ്ലെയിൻ ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. മേളിൽ റൂഫ് വൈറ്റ് ആണ്. ഇതിൽ കൂടെ സീറ്റ് കാണാം. ബെഞ്ച് സീറ്റാണ്, പണ്ടത്തെ അംബാസഡറിലൊക്കെ കാണുന്ന പോലെ. പിന്നെ ബാക്കിൽ സീറ്റ് ഉണ്ടോ? ബാക്കിൽ സീറ്റ് ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ സ്റ്റേജിൽ വെച്ച് നോക്കാം. നല്ല സൂപ്പർ മെറ്റാലിക് കളറാണ്. ഫ്രണ്ടിലെ ഗ്രില്ല് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ ക്രോമാണ് കൊടുത്തേക്കണത്. സൈഡിൽ വീൽസ് ഞാൻ പറഞ്ഞില്ലേ, വേറെ വണ്ടിയിലൊന്നും കാണാത്ത ടൈപ്പ് വീലാണ്. ഫ്യൂൽ ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കും ആവറേജ് എന്ന് പറയാം. അടുത്തത് വോൾവോയുടെ സ്റ്റേഷൻ വാഗണാണ്. വോൾവോ P220 ആമസോൺ വാഗൺ. വണ്ടി നല്ല ലോവേർഡാണ്. പിന്നെ നല്ലൊരു ചാണകപ്പച്ച കളറുമാണ്. അകത്ത് റോൾ കേജ് പോലെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ തുറക്കാം. ശരിക്കും നമ്മുടെ അംബാസഡറിൻ്റെ സ്റ്റേഷൻ വാഗണാന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന അംബാസഡർ പണ്ട് അതിൻ്റെ സ്റ്റേഷൻ വാഗണും ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര റെയറാണ്, കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര വിലയാണ് അതിന്. മേടിക്കാൻ നോക്കിയാൽ അകത്ത് കണ്ട എന്തോ റോൾ കേജ് പോലത്തെ എന്തോ സംഭവമുണ്ട്. വണ്ടി നിലത്ത് മുട്ടിയാണ് ഇരിക്കുന്നത്, അത്ര ലോവേർഡാണ്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ഗ്രില്ലിൻ്റെ ഡീറ്റെയിലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. വീൽസിൻ്റെ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മളിത് വേറെ ഏതോ വണ്ടിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കും വലിയ തെറ്റ് പറയാനില്ല. ഭയങ്കര നീളം തോന്നുന്നുണ്ട് വണ്ടിക്ക്. ഇനി നിസാൻ്റെ സ്റ്റേഷൻ വാഗണാണ്. 69 നിസാൻ സ്കൈലൈൻ വാൻ. എന്താ വാൻ എന്ന് പറയണതെന്ന് അറിയില്ല. സംഭവം നാട്ടിൽ വെച്ച് എൻ്റെ കയ്യിൽ ഡാറ്റ്സൻ്റെ ഒരു സ്റ്റേഷൻ വാഗൺ ഉണ്ടായിരുന്നു. ആ സെയിം വണ്ടിയാന്ന് തോന്നുന്നു. നിസാനും ഡാറ്റ്സണും സെയിം കമ്പനിയാന്ന് വേണമെങ്കിൽ പറയാം. ചില വണ്ടികളൊക്കെ രണ്ട് ബ്രാൻഡിലും ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇതിനെ തുറന്നു നോക്കാം. ഈ കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ട അത് സെയിം ആ ഡാറ്റ്സൻ്റെ വാഗണാണ്. അതിന് ഈ ഒരു സൈഡ് മിറേഴ്സ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇവിടെ ഫ്രണ്ടിൽ ബോണറ്റിൽ.
മേളിൽ പ്ലെയിൻ ആണ്. ഇതും നല്ല ലോവേഡാണ്. വീൽസും നല്ലതാണ്. ഇത് നമ്മൾ കണ്ടിട്ടുള്ള വീൽസാന്ന് തോന്നുന്നത്. ഓക്കെ, ഈ കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് സ്റ്റേജിൽ വെച്ചപ്പോൾ. ഈ വണ്ടിയും നല്ല ലോവേഡാണ്. ഫ്രണ്ടിൽ ബമ്പറിലൊരു ലിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ക്രോം ഗ്രില്ലുമാണ്. വേറെ ടയറ്, വീൽസ് നമ്മളിത് കണ്ടിട്ടുള്ള വീൽസ് തന്നെയാണ്. അടുത്തത് വൺ ഓഫ് മൈ ഫേവറേറ്റ് വണ്ടിയാണ്, വോൾവോ 850 എസ്റ്റേറ്റ്. നാട്ടിൽ വെച്ച് ഇതിൻ്റെ മെയിൻ ലൈൻ കാസ്റ്റിംഗ് എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് പ്രീമിയമാണ്. ഇത് ഞാൻ ഇവിടെ ഒരു വീട്ടിൽ സെയിം വണ്ടി, സെയിം കളർ, സെയിം അലോയ്സ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ചിലർ ഹോട്ട് വീൽസ് വണ്ടികളെ ബേസ് ചെയ്ത് പണിയും, സെയിം അതുപോലെ ആക്കിയെടുക്കും. ഏതായാലും സംഭവം അടിപൊളിയാണ്. ഈ വീൽസും ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എൻ്റെ ഇതിൻ്റെ ഒരു മെയിൻ ലൈൻ കാസ്റ്റിംഗ് എനിക്ക് കിട്ടിയായിരുന്നു ഇവിടെ വെച്ച്, പച്ച കളർ. ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട്. ഇത് രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിനും നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. സെയിം ഡീറ്റെയിൽസ് ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് പ്രീമിയമാണ്. ഇതിൻ്റെ ടയർ റബ്ബർ ടയേഴ്സാണ്, പിന്നെ അടിയിൽ മെറ്റലാണ്. ഓക്കെ, നമുക്കപ്പോൾ പിന്നെ തുറക്കാം. ഓ, നൈസായിട്ടുണ്ട്. ഓ, ബാക്കിൽ നിന്ന് കാണാനും സൂപ്പറായിട്ടുണ്ട്. സൺറൂഫ് ഉണ്ട്. സീറ്റൊക്കെ കാണാം. സ്റ്റേജിൽ വെച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇത് വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. യെല്ലോ എന്ന് പറയാൻ പറ്റില്ല. ഫ്രണ്ടിൽ വോൾവോയുടെ ലോഗോ ഒക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഹെഡ്ലൈറ്റിൽ വൈപ്പർ പോലെ അവർ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ചുറ്റിനൊരു ബ്ലാക്ക് ലൈൻ ഉണ്ട് സൈഡിൽ. ടെയിൽ ലൈറ്റ് ആണെങ്കിൽ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. 10 ഔട്ട് ഓഫ് 10 കാസ്റ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റേഷൻ വാഗനാണ്. ഇതും ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തതാണ്. ബേസിക്കലി ഈ രണ്ട് വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫുൾ സെറ്റ് മേടിച്ചത്. ഓക്കെ, ഇത് 2017 Audi RS6 Avant. നല്ലൊരു ഗ്രേ കളറാണ്. ഇതിൻ്റെ മെയിൻ ലൈൻ കാസ്റ്റിംഗ് എൻ്റെ ഇപ്പോഴും ഉണ്ട്. സെയിം വണ്ടിയാണ്. നമുക്ക് തുറന്നിട്ട് കമ്പയർ ചെയ്യാം. മോനെ, ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ വീൽസ് കലക്കനായിട്ടുണ്ട്. ഗ്രേ കളറ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റോട്ടിൽ കാണാറുണ്ട്. നൈസ് വണ്ടിയാണ്. സൺറൂഫ് ഉണ്ട്. നല്ല പവറാണ്. ഡീറ്റെയിൽസും എനിക്കെല്ലാം പക്കയാണ്. ഈ വീൽസ് ഇതിന് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. ഗിവ് അവേ ക്വസ്റ്റ്യൻ നമ്പർ 16. ഈ വണ്ടിയുടെ പേരെന്താണ്? ഞാൻ നാട്ടിൽ വെച്ച് അൺബോക്സ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, വണ്ടി ശരിക്കും കണ്ടോളൂ. നമുക്ക് RS6 നോക്കാം. ഇത് നല്ലൊരു ഡാർക്ക് ഗ്രേ കളറാണ്. ഹെഡ്ലൈറ്റും
ഗ്രില്ലിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് സൂപ്പറായിട്ടുണ്ട്. ഓഡിയുടെ ലോഗോ ഒക്കെ അടിപൊളിയായിട്ട് കാണാം. സൈഡ് ഇത്തിരി പ്ലെയിൻ ആണ്, എന്നാലും കുഴപ്പമില്ല. ബാക്കിലും നൈസ് ഡീറ്റെയിൽസ് ഉണ്ട്. RS6 അവാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്പർ പ്ലേറ്റിൽ. വീൽസും നല്ല മാച്ചിങ് ആണ് വണ്ടിയുടെ കളറും ബോഡിയും ആയിട്ട്. ഓക്കെ, അങ്ങനെ ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഗൈസ്.